അറിയാമല്ലോ, ഉത്സവമാണ്, പ്രവേശനോത്സവം. സ്പീക്കറുടെ ഭാഷയിൽ പറഞ്ഞാൽ രണ്ടാം വിദ്യാഭ്യാസ വിപ്ലവോത്സവം. രണ്ടാം വിദ്യാഭ്യാസ വിപ്ലവം എന്ന് ഞാൻ പറയാൻ കാരണം ആധുനിക കേരളത്തിന്റെ അടിത്തറ പാകിയ, അതിലേക്ക് വഴിതെളിയിച്ച ഏറ്റവും സുപ്രധാനമായ കേരളത്തിന്റെ കാൽവെപ്പ് സമഗ്രമായ ഒരു വിദ്യാഭ്യാസ നിയമമായിരുന്നു. അറിവിന്റെ ലോകത്തേക്ക് സമൂഹത്തിലെ എല്ലാ വിഭാഗം മനുഷ്യരെയും ആനയിക്കാൻ പര്യാപ്തമായ, എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിന്റെ അവസരം ഉറപ്പുവരുത്തുന്ന സമഗ്രമായ വിദ്യാലയങ്ങളുടെ ഒരു ശൃംഖല സ്ഥാപിക്കുക എന്നത് 1957 ലക്ഷ്യം വെച്ച ഒരു സംസ്ഥാനമാണ് കേരളം. എല്ലാ കവികളും തിരിച്ചു വരട്ടെ, എല്ലാ സാഹിത്യവും തിരിച്ചു വരട്ടെ, ഗാനങ്ങൾ തിരിച്ചു വരട്ടെ, നൃത്തങ്ങൾ തിരിച്ചു വരട്ടെ. നല്ല അഭിനയം ഉണ്ടാവട്ടെ, കാശിന് വേണ്ടിയല്ല, തിലകമായില്ലേലും കുഴപ്പമൊന്നുമില്ല. പൂച്ചക്കെന്താ ഇഷ്ടം? മനുഷ്യനെന്താ ഇഷ്ടം? കാശല്ല, എന്താണ്? വള്ളിപ്പടർപ്പ്, മുളങ്കാടുകള്, പുഴ, കേട്ടോ? രവീന്ദ്രൻ ഭാഷ അങ്ങനെയാണ്. കുട്ടികളുടെ മുന്നിലെത്തിയാൽ സമയം പോലും മറന്നുപോകും. കാര്യം മാഷ് നല്ല മാഷാണെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് ഏൽപ്പിക്കേണ്ടിയിരുന്നത് സുധാകരൻ സഖാവിനെയാണ്. നമ്മുടെ മാതാവ് കൈരടി പണ്ട് ഒരു പൊന്മണി പൈതലായി വാണക, നമ്മുടെ മാതാവ് കൈരടി പണ്ട് ഒരു പൊന്മണി പൈതലായി വാണക, കാലിൽ ചിലങ്ക കിലുങ്ങുമാറുച്ചത്തിൽ ഓടിക്കളിച്ചു രസിച്ച കാലം. ഇങ്ങനെയൊക്കെയുള്ള കവിതകളാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിരുന്നത്. സത്യമല്ലേ? എങ്ങനെ പഠിപ്പിക്കണമെന്ന് രവീന്ദ്ര മാഷ്ക്കറിയാം. പക്ഷേ എന്ത് പഠിപ്പിക്കണം എന്ന് പറയാൻ പറ്റുന്നത് സുധാകരൻ മാഷ്ക്കാണ്. ഭാഷയാണ് ലോകത്ത് നമ്മുടെ വ്യക്തിത്വത്തെ, സാംസ്കാരിക വ്യക്തിത്വത്തെ കാണുന്നത്. ഭക്ഷണമൊക്കെ പിന്നെ ഭാഷയാണ്. പിന്നെ ഭക്ഷണം, വസ്ത്രം, ധാരണ എല്ലാം ഉണ്ട്. ചില ഭാഷയാണ് നമ്മുടെ പ്രതീകം. മഹത്തായ മലയാള ഭാഷ നമ്മുടെ കുഞ്ഞുങ്ങളുടെ നാവിലേക്ക് ഹരിശ്രീ ഗണപതായ നമ എഴുതി തുടങ്ങുന്ന ആ ഭാഷാ പഠനം കഴിയാവുന്നിടത്തോളം നടത്തുക. അത് പക്ഷേ മാഷുമാരുടെ പണിയല്ല കേട്ടോ, ആശാന്മാരുടെ പണിയാണ്. നിലത്തെഴുത്ത് ആശാന്മാരുടെ പണി. എഴുത്തിനിരുത്തി പരമ്പരാഗത ഗുരുക്കന്മാർക്കും പ്രവേശനോത്സവം മന്ത്രിമാർക്കും എന്നതാണ് നാട്ടുനടപ്പ്. എന്തായാലും മന്ത്രിമാരും കുട്ടികളും നല്ല സന്തോഷത്തിലാണ്. ഏറ്റവും സന്തോഷമുണ്ടായ ഒരു കാര്യം, 1ാം ക്ലാസ് വരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബുക്ക് കോർണർ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്.
ഒരു ബുക്കിന്റെ മൂല. അവിടെ കുറച്ച് കവിതകളും കുട്ടികളുടെ പുസ്തകങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ ഉള്ളൂരിന്റെ കവിതയുണ്ട്. ഉള്ളൂരിനെ പറ്റി ആർക്കറിയായിരുന്നു? തിരുവനന്തപുരത്തുള്ള സ്ഥലമാണെന്ന് വേണേൽ പറഞ്ഞോളി, അത് ശരിയാണ്. അവിടെയാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യ എന്ന മഹാകവി ജീവിച്ചത്. അവിടെയാണ്. അതാണ് ഉള്ളൂർ എന്ന് പേര് വന്നത്. അദ്ദേഹം ആ സ്ഥലപ്പേര് ഏറ്റെടുത്താണ്. മഹാബ്രാഹ്മണനായിരുന്നു, മഹാപണ്ഡിതനായിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും അതിനുശേഷം ദീർഘകാലം ഒരു മൂലയിലങ്ങ് ഒതുക്കി. കേരളത്തിലെ നിരൂപക കേസരിയാണ്. അതിനാൽ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ഒരു പദ്യം പാടിക്കുമായിരുന്നു. ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാക്ഷി വള്ളത്തോൾ ശബ്ദസുന്ദരൻ ആശാൻ ആശയഗംഭീരൻ കെ.സി. കേശവപിള്ള എന്നൊരു കവി ഉണ്ടായിരുന്നു. കെ.സി. വേണുഗോപാലുണ്ടോ? കെ.സി. കേശവൻ എല്ലാം വേണുഗോപാലിനെ അറിയത്തുള്ളൂ. കെ.സി. പലർക്കും അധ്യാപകർക്ക് അറിയാവുന്നതാണ് മനസ്സിലായി. എല്ലാവരും തികഞ്ഞാണ് കെ.സി. ആണ്. ചുമ്മാതാ. അദ്ദേഹം ഈ കവിതയൊന്നും എഴുതിയിട്ടില്ല, അവരൊക്കെ എഴുതാണ്. അപ്പൊ ഉള്ളൂരെ ഉജ്ജ്വല ശബ്ദം, വലിയ ശബ്ദം ഉണ്ടാകും. കവിതയിൽ ശബ്ദഘോഷം അയാളെ തട്ടി. ശബ്ദഘോഷം അല്ലല്ലോ കവിത. എത്ര കളവാണെന്ന് പഠിപ്പിച്ചത്. കവിതയെക്കുറിച്ച് ആധികാരികമായി പറയാൻ ഈ ഒരൊറ്റ ആൾ മാത്രമേ കേരള മന്ത്രിസഭയിലുള്ളൂ എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. മന്ത്രിമാർക്കിടയിലെ കവിയും കവികൾക്കിടയിലെ മന്ത്രിയുമാണ് മഹാകവി ജി. വളരെ കുട്ടിക്കാലത്തെ കേട്ട കവിത അദ്ദേഹത്തിൻ്റെതാ. കാക്കേ കാക്കേ കൂടെ വിട്, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിന് തീറ്റി കൊടുക്കാൻ ഞാൻ കുഞ്ഞിനിടന്ന് കരിമീടും. ഈ കവിത ഇവര് 4 വരികളുണ്ട്. ഉള്ളൂരിലെ ആൾക്കാരെ ഇതിനേക്കാൾ ലളിതമായി കവിത എഴുതാൻ പറ്റുമോ? ഇതിനകത്തങ്ങ് ഒരു സംസ്കൃത പദമില്ല. ഈ ഉള്ളൂരിനെയാണ് ഉജ്ജ്വല ശബ്ദാർത്ഥനാക്കി തട്ടിക്കളഞ്ഞത്. ഉള്ളൂരിനെ നമ്മൾ വീണ്ടും പഠിക്കാൻ പോവാണ്. അദ്ദേഹം സാധാരണക്കാരുടെ കവിയായിരുന്നു. കവികളെ തരംതിരിക്കാൻ ഒരു കവിക്കല്ലേ കഴിയൂ. കവിതയുടെ ഗുണം നോക്കി കവിയുടെ വർഗം നിശ്ചയിക്കാൻ മറ്റാർക്കു കഴിയും? അദ്ദേഹത്തിന്റെ കവിതകളെല്ലാം പാവങ്ങൾക്ക് വേണ്ടിയാണ്, ആൾസർക്ക് വേണ്ടിയാണ്. സോഷ്യലിസ്റ്റ് കവിയായിരുന്നു. ആര്? ഉള്ളൂര്. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ സോഷ്യലിസ്റ്റ് കവി. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് കവിയോ? ജി സുധാകരൻ. അല്ലാതാര്? പ്രവേശനോത്സവത്തിൻ്റെ എല്ലാ ഹരവും കാണണമെങ്കിൽ മലപ്പുറത്ത് ചെല്ലണം. അവിടെയാണ് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ആരാധകരുള്ളത്. വീട് നല്ല വീട്, ഞാൻ വരച്ച വീട്, എന്തു നല്ല വീട്, എന്റെ സ്വന്തം വീട്. വീട് നല്ല വീട്, ഞാൻ വരച്ച വീട്, എന്തു നല്ല വീട്, എന്റെ സ്വന്തം വീട്. വീട് നല്ല വീട്, ഞാൻ വരച്ച വീട്, എന്തു നല്ല വീട്, എന്റെ സ്വന്തം വീട്. പൊതുവിദ്യാലയങ്ങൾ, അതായത് സർക്കാർ സ്കൂളുകൾ, ഈ കാലഘട്ടത്തിന് തന്ന ഏറ്റവും മികച്ച സംഭാവനയാണ് നിയമസഭാ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ. അങ്ങയുടെ സ്കൂൾ പഠനകാലത്ത് ഈ രീതിയിലുള്ള ആഘോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കരയുന്ന കുട്ടികളുടെ ഒരു പെരുമഴയുണ്ട്. അന്നിങ്ങനെ പാട്ടില്ല, ഉണ്ണിയപ്പമില്ല, സ്വീകരിക്കുന്ന പരിപാടികളില്ല. അധ്യാപകരെ കുറിച്ച് ഒരു തെറ്റായ ധാരണയാണ് കുട്ടികൾക്ക് പഠിപ്പിക്കുക. മാഷ് വരും എന്ന് പറയും. അപ്പോൾ ചൂരൽ വടിയുമായി നിൽക്കുന്ന അധ്യാപകരുണ്ടാവുമെന്ന് പേടിച്ചിട്ടാണ് അന്ന് സ്കൂളിൽ പഠിക്കുന്നത്. അങ്ങനെ അവിടെ പഠിച്ചു വളർന്ന് അധ്യാപകനായി, രാഷ്ട്രീയക്കാരനായി, MLA ആയി, ഇപ്പോൾ സ്പീക്കറായി വന്നയാളോട് ഒരു ചോദ്യം. ഏത് മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴാണ് താങ്കൾക്ക് കൂടുതൽ സംതൃപ്തി തോന്നുന്നത്? അധ്യാപനം. ഒന്ന് ക്ലാസ് മുറിയിലും ഒന്ന് സമൂഹത്തിലാണെന്ന് വ്യത്യാസം. ക്ലാസ് മുറിയിൽ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നു, പൊതുസമൂഹത്തിൽ എൻ്റെ ആശയങ്ങളും ഞാൻ പ്രവർത്തിക്കുന്ന രീതികളും പൊതുസമൂഹത്തിനോടും അധ്യാപനം ചെയ്യുന്നു. രണ്ടും ഏതാണ്ട് ഒരേ ജോലിയാണ്. ക്ലാസ് മുറിയിലെ ജോലി 4 മണിക്ക് കഴിയും, ഇത് കുറച്ചുകൂടി നീണ്ടു നിൽക്കുന്നുണ്ട്. എന്റെ പേര് അജോൺ സജി. അങ്ങയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ ഗുരുവിനെ കുറിച്ച് ഉള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാം. ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. എനിക്ക് അങ്ങനെ പറയുകയാണെങ്കിൽ 1-ാം ക്ലാസ്സിലെ പഠനത്തിന്റെ ഒരു വഴി തുറന്ന അധ്യാപകൻ എനിക്ക് മൊയ്തീൻ മാസ്റ്റർ. അദ്ദേഹമാണ് അധ്യയന ജീവിതത്തിലേക്ക് ഒരു കാൽ എടുത്തു വയ്ക്കുമ്പോൾ നൽകേണ്ട പ്രാഥമികമായ ആത്മവിശ്വാസം പറ്റുന്നത്.
ഏറ്റവും സ്വാധീനിച്ച അധ്യാപകനാണ് 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച മൊയ്തീൻ മാസ്റ്റർ. ആ മൊയ്തീൻ മാസ്റ്ററുടെ ഗുരുത്വം ശ്രീരാമകൃഷ്ണൻ എപ്പോഴും ഉണ്ടാകുമെന്ന് ഉറപ്പാണല്ലോ. ഇപ്പോഴും ഓർക്കുന്നില്ലേ? സാർ, അങ്ങയുടെ സ്കൂൾ പഠനകാലത്തെ ഏതെങ്കിലും പാഠ്യേതര രംഗത്ത് കഴിവ് തെളിയിച്ചിരുന്നോ? കഴിവ് തെളിയിച്ചിരുന്നോന്ന് എനിക്കറിയില്ല. സമ്മാനം കിട്ടി. പ്രസംഗത്തിലും നാടകത്തിലും പ്രബന്ധത്തിലും ഒക്കെ സ്ഥിരമായി സമ്മാനങ്ങൾ കിട്ടി. നിയമസഭയിൽ ചോദ്യങ്ങൾ പരിശോധിക്കലാണല്ലോ സ്പീക്കറുടെ കാര്യപ്പെട്ട പണി. ഇവിടെ ചോദ്യങ്ങളുടെ വരവ് കണ്ടപ്പോൾ സ്പീക്കർക്ക് ഒരു കാര്യം പിടികിട്ടി. പിന്നെ പുറകിൽ ആരോ ഒരു ശക്തിയുണ്ട്. അത് എപ്പോഴും അത്രയുമായപ്പോൾ ആ ചോദ്യകർത്താവിന്റെ സ്വരം നേരിട്ടങ്ങ് മുഴങ്ങിക്കേട്ടു. അങ്ങനെ മനോഹരമായി കവിത ചൊല്ലുമെന്ന് കേട്ടിട്ടുണ്ട്. കുട്ടികളുടെ ആവശ്യാർത്ഥം 2 വരി ദയവ് ചെയ്ത് ചൊല്ലുക. അച്ഛനെ പോലൊരു കള്ളനാണെന്നെ ആദ്യം വിളിച്ചതെന്നമ്മ. അമ്മിഞ്ഞപ്പാലോ കുടിക്കുന്ന കുഞ്ഞിനെ അമ്മ വിളിക്കുന്നു കള്ളൻ. കൊച്ചു കുറുമ്പുകൾ കാട്ടുമ്പോൾ എന്നെ നേട്ടൻ വിളിച്ചു കള്ളൻ. ഓടുമ്പോൾ ചാടുമ്പോൾ ഒന്നാമനാവുമ്പോൾ കൂട്ടുകാർ വാഴ്ത്തി കള്ളൻ. കണ്ണിൽ കവിത വിടരുമ്പോൾ കാമുകി കാതിൽ പറഞ്ഞു നീ കള്ളൻ. കല്യാണ പെണ്ണിന്റെ കയ്യിൽ പിടിച്ചു ഞാൻ ദീപം വലം വെച്ച നേരം ഇത്തിരി കിളിയാക്കിയതോർത്തവൾ പിന്നെ വിളിച്ചെന്നെ കള്ളൻ. കോളറ കാർന്നു തിന്നുന്നൊരാ ഗ്രാമത്തിൽ മീതെ പറന്നു ഞാൻ പോലെ താനേ തല പൊക്കും അന്ധകരണവും എന്നോട് മന്ത്രിച്ചു നീ കള്ളൻ. അച്ഛനെ പോലൊരു കള്ളനാണെന്നെ ആദ്യം വിളിച്ചതെന്നമ്മ. എല്ലാ മനുഷ്യരിലും ഒളിഞ്ഞു കിടക്കുന്ന ഒരു കള്ളത്തരമാണ്. ആ കള്ളത്തരത്തെ പുറത്തു കൊണ്ടുവരാനുള്ള സത്യസന്ധത നേടലാണ് ജീവിതത്തിന്റെ ശരിയായ പാത എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ജീവിതം അതിൽ കളിയും ചിരിയും മാത്രമല്ലല്ലോ, നൃത്തവും പാട്ടും മാത്രമല്ലല്ലോ. അവിസ്മരണീയമായ ഒരു അനുഭവം വിശദീകരിക്കാമോ? ഒരു നോമ്പുകാരായതുകൊണ്ട് നോമ്പിന്റെ ഒരു അനുഭവം പറയും. ഈ ക്ലാസ്സിൽ നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘോഷങ്ങളെ കുറിച്ച് ഓരോരുത്തരും വന്ന് പറയും. അതിൽ പറയാനുള്ളവരും പറയാനില്ലാത്തവരും ഉണ്ടാകും. ദാരിദ്ര്യം നിറഞ്ഞ നോമ്പ് തുറയും, സമ്പത്ത് നിറഞ്ഞ നോമ്പ് തുറയും. ഞങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, അവരുടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, ഒരിക്കൽ ഞങ്ങളെ നോമ്പ് തുറക്കാൻ വിളിച്ചു. അപ്പോൾ അവിടെ വീട്ടിൽ ചെന്നപ്പോൾ ആ വീടിന്റെയും അവന്റെയും ഒരു സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നോമ്പ് തുറ വിഭവങ്ങൾ ഇങ്ങനെ നിറച്ചിരിക്കുകയാണ്. ഞങ്ങളൊക്കെ നന്നായി അടിച്ചു മാറ്റി ഭക്ഷണം കഴിഞ്ഞിട്ട് അവനോട് ചോദിച്ചു ഇതെങ്ങനെ സംഘടിച്ചു. അവൻ്റെ ബാപ്പ മുംബൈയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആദ്യം മടിച്ചു, പിന്നെ പറഞ്ഞു ഞാൻ ഇവിടെ അടുത്ത വീടുകളിലെല്ലാം പോയി ഓരോന്ന് നിരന്ന് വാങ്ങിയത്. ഓരോ വീട്ടിൽ നിന്നും അവരുടെ കൂട്ടുകാർക്ക് നോമ്പ് തുറ വിഭവങ്ങൾ സമാഹരിക്കാൻ ചെയ്തു. അപ്പോൾ ഇരുന്ന് വാങ്ങിയ ഒരു നോമ്പ് തുറയായിരുന്നു. അതവൻ വേദനയോടുകൂടി പറഞ്ഞത് ഇപ്പോഴും ഈ നോമ്പ് തുറക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പരിധി വിട്ട ആഘോഷങ്ങൾ കാണുമ്പോൾ ഞാൻ അവനെ ആലോചിക്കാറുണ്ട്. നോമ്പ് പോലും ഭക്ഷണോത്സവമായ ഇക്കാലത്ത് ഇതൊക്കെ ഓർക്കാൻ ഇങ്ങനെ എത്ര പേരുണ്ടാവും? ഇക്കണ്ടത് 2ാം വിദ്യാഭ്യാസ വിപ്ലവമാണെങ്കിൽ 1ാം വിപ്ലവം എപ്പോഴായിരുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. 1957. EMന്റെ തുടർച്ചയാണല്ലോ വിജയേട്ടൻ. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന LDF ഗവൺമെൻറ് 1957 EMS ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനത്ത് കാണിച്ച മാതൃക അത് അംഗീകരിച്ചും അത് പിന്തുടർന്നും കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് EMS സർക്കാർ ഇന്ന് കാണുന്ന കേരളമാണ് സൃഷ്ടിച്ചത്. അതിനാണ് അടിത്തറ പാകിയത്. അത് കറക്റ്റാണ്.
കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം മുന്നിലുള്ളപ്പോൾ ഈ അവകാശവാദം തള്ളിക്കളയാൻ ആർക്കുമാവില്ല. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ പൂർണ്ണ പരാജയമാണ് എന്ന് തെളിയിച്ച മുഖ്യമന്ത്രിയായിരുന്നുവല്ലോ EMS നമ്പൂതിരിപ്പാട്. 1957 ഏപ്രിൽ 5 സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല മുഖ്യമന്ത്രിക്ക് തന്നെയായിരുന്നു. അത് പൂർണ്ണ പരാജയമാണെന്ന് ഒരു വർഷം തികയുന്നതിന് മുൻപേ സംശയലേശമന്യേ തെളിഞ്ഞു. ഒടുവിൽ പാർട്ടി ഇടപെട്ട് ആഭ്യന്തര വകുപ്പിൽ നിന്ന് മുഖ്യമന്ത്രിയെ മാറ്റി പകരം VR കൃഷ്ണയ്യരെ ഏൽപ്പിച്ചു. എന്നിട്ടെന്തായി? ഒരു വർഷം കൂടി തികയുന്നതിന് മുൻപ് വിമോചന സമരം ചൂടുപിടിച്ചപ്പോൾ ആഭ്യന്തരമന്ത്രിയെ പിന്നെയും മാറ്റേണ്ടി വന്നു. ഒടുവിൽ വിമോചന സമരത്തിനെതിരെ വെടിവെക്കാൻ പോലീസ് തോക്കെടുത്തപ്പോൾ C. അച്യുതമേനോനായിരുന്നു ആഭ്യന്തരമന്ത്രി. ഒരു വർഷത്തിനിടയിൽ 3 ആഭ്യന്തരമന്ത്രിമാർ. അത്രയും ശക്തമായിരുന്നു ആദ്യത്തെ മന്ത്രിസഭ. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് ആ കാലഘട്ടത്തിൽ കേരളത്തിന് ആവശ്യമായ KSU എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം വിജയിക്കാനാണ്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് ആലപ്പുഴയിൽ ഭരണസമിതി. അതും ശരിയാണ്. 1957 ഒന്നാമത്തെ കേരള മന്ത്രിസഭ നിലവിൽ വരുമ്പോൾ ആലപ്പുഴയിലൊക്കെ വിദ്യാർത്ഥികൾക്ക് ബോട്ട് യാത്ര സൗജന്യമായിരുന്നു. EMS ഗവൺമെൻറ് അതിനൊരു കൂലി നിശ്ചയിച്ചു. ഒരു വിദ്യാർത്ഥിക്ക് ഒരണ. അതിനെതിരെ നടന്ന സമരമാണ് ഒരണ സമരം. അത് വളർന്നുണ്ടായതാണ് KSU. മുദ്രാവാക്യങ്ങളിൽ പോരാട്ടങ്ങൾ നിലക്കുന്നില്ല. പക്ഷേ ആ പോരാളികളൊക്കെ ഭരണാധികാരികളായി മാറി എന്ന് മാത്രം. ഇപ്പോൾ പോരാട്ടം ഗൃഹാതുരമായ സ്മരണകൾ മാത്രമാണ്. KSU എന്ന പ്രതിഭാസം കണ്ടുപിടിച്ചത് രവിയാണ്, രവീന്ദ്രൻ. അണികൾക്ക് വയലാർ രവിയും എതിരാളികൾക്ക് വയലന്റ് രവിയും ഒക്കെയായ രവീന്ദ്രൻ. പക്ഷെ അതിനെ വളർത്തിയത് ഒരു കൂട്ടായ്മ കലാപത്തിലൂടെയാണ്. അതിൻ്റെ കഥ രസകരമാണ്. കോട്ടയത്തൊക്കെ KSUവിനെ വളർത്തിയ കഥ ഒരു കഥാപാത്രം തന്നെ പറയും. ആകെ വിഷമിച്ചു. എന്ത് ചെയ്യും? വയലാറിയാണ് അതിൻ്റെ വന്ന് ഒരു വഴക്ക് പറയും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ഏതായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വന്നു. ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും എന്താ ചെയ്യാം. പക്ഷെ രാധാകൃഷ്ണൻ ബുദ്ധി തോന്നി. അവിടെ ആ പാർക്കിൽ വൈകുന്നേരം പറയാൻ നിൽക്കുന്ന കുറേ പ്രായമായ ആളുകൾ എല്ലാവരും ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് വെച്ച് പറഞ്ഞു ഒന്ന് അകത്തോട്ട് കയറിയിരിക്കണം. ഈ വെപ്രാളവും വിഷമൊക്കെ കണ്ട് അവര് പറഞ്ഞു ഞങ്ങൾ വരാൻ. അവരെല്ലാം കൂടെ വന്ന് കയറിയിരുന്നു. യോഗം തുടങ്ങി. രവി പ്രസംഗിച്ചു. ഞങ്ങള് ഈ പിള്ളേരെന്ന് പറയുന്നത് ഞങ്ങൾ ഈ സംഘാടകർ കുറച്ച് പേരേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ 3-4
പേര് എഴുന്നേറ്റ് പുറത്തോട്ട് പോകാം. അപ്പൊ പേടിയാ, ബാക്കിയുള്ളവരുടെ പോയ യോഗത്തിൽ. പക്ഷെ പോയ പോലെ തന്നെ അവർ തിരിച്ചു വരിക, വീണ്ടും ചെന്ന് ഇറങ്ങി പോകും. അന്നേരം പേടിയുണ്ട്, പക്ഷെ അവർ വീണ്ടും തിരിച്ചു വരിക. അപ്പൊ ഞാൻ രാധാകൃഷ്ണനോട് ചോദിച്ചു, എന്താ രാധാകൃഷ്ണൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഞാൻ അത് കൂട്ടി ഇട്ടിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒക്കെ പണ്ട് KSU വളർത്തിയതുപോലെ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിലെ എല്ലാവരും അവനവൻ്റെ ഗ്രൂപ്പ് വളർത്തുന്നത്. കിട്ടിയവരെ അകത്തിട്ട് ഗ്രൂപ്പ് പുറത്തു നിന്ന് പൂട്ടുക. വിത്തുഗുണം 10 ഗുണം. ഏതായാലും പൊളിമിക്സ് പുറത്തു കടക്കുകയാണ്. നന്ദി, നമസ്കാരം. Thank you.